സോ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ബേസിക്സിനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്സിൽ തന്നെ തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്ന ഒരു പേനയും പേപ്പറും എടുത്ത് വെക്കുക. ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അത് എക്സാമിന് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ അറിവിന് നിങ്ങൾ ചിലപ്പം ഒരു ഭാവിയിൽ യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും ഞാൻ മാക്സിമം പറയാൻ നോക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചത് കുറച്ച് ഫോറിൻ പോളിസീസിനെ കുറിച്ചായിരുന്നു, ഇന്ത്യയുടെ കുറച്ച് വിദേശകാര്യ നയങ്ങളെ കുറിച്ചായിരുന്നു. ലുക്ക് ഈസ്റ്റ് പോളിസി, ആക്ട് ഈസ്റ്റ് പോളിസി ആവുന്നതും വെസ്റ്റ് പോളിസിയും സെൻട്രൽ ഏഷ്യ പോളിസിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ബേസിക്കലി എല്ലാ പോളിസീസിന്റെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആണ്. പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി, കപ്പാസിറ്റി ബിൽഡിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രേഡ്, കൊമേഴ്സ്, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ റീജിയൻ മാറുമ്പോൾ ചില കാര്യങ്ങൾക്കുള്ള വെയിറ്റേജ് മാറുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം വെസ്റ്റ് ഏഷ്യയിലേക്ക് പോകുമ്പോൾ എന്താവും, കുറച്ചും കൂടെ എനർജി കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ കൊമേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കും ഫോറിൻ പോളിസിയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് ഹു ഓൾ ആർ നെയ്ബേഴ്സ് ആൻഡ് ഇന്ത്യസ് ഫോറിൻ പോളിസി വിത്ത് നെയ്ബേഴ്സ്. നമ്മൾ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിൽ നമ്മൾ കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞിരുന്നു. ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിന് ഇപ്പം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പഠിക്കുന്നതിന് മുമ്പേ ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്ന് മനസ്സിലാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുമ്പോൾ ജോഗ്രഫി മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രൈമറി കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ഞാൻ ഒരു യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അതിന് കാരണം എന്ന് പറയാൻ, ഈ പറയുന്ന ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാറുമായിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ബോർഡർ ഷെയറിംഗ് ഉണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ബോർഡർ ഷെയറിംഗ് നമുക്കില്ല. ഒരു ഡുറൻഡ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടായിരുന്നു, അതിപ്പോ പാകിസ്ഥാനുമായിട്ടാണ് ഷെയർ. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലായിട്ട്, ഓക്കെ, ഇന്ത്യക്കും ഇതാണിപ്പം ഇന്ത്യയുടെ ബോർഡർ എങ്കിൽ ഇതാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ. ഒരു 106 കിലോമീറ്റർ ഉള്ള ഒരു ബോർഡർ ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ എന്ന് പറയുന്നത് ഇപ്പം POK ആണ്. POK എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. പേന ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, വരയ്ക്കാൻ പറ്റും. ഓക്കെ, POK എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ആണ്. ഒരു വക്ക എന്ന് പറയുന്ന റീജിയൻ ആണ്. WAKKAS എന്ന് പറയുന്ന വക്ക എന്ന് പറയുന്ന റീജിയൻ ആണിത്. അപ്പൊ ഇപ്പൊ അത് നിലവിൽ പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ്. കാരണം ആ ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്. പക്ഷെ ആ ഏരിയ ഇപ്പം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പക്ഷെ ഇന്ത്യ അവകാശപ്പെടുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്താണ് ബോർഡർ ഷെയർ ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണല്ലോ, രണ്ടുപേർക്കും ആ റീജിയന്റെ മുകളിൽ അവകാശവാദങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ടെക്നിക്കലി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു പക്ക ബോർഡർ ഷെയറിംഗ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, പക്ഷെ നമ്മുടെ ഒരു നെയ്ബറായിട്ട് തന്നെ സൗത്ത് ഏഷ്യയിൽ വരുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മുടെ നെയ്ബറായിട്ട് തന്നെ കിടക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇത് കണക്കാണ് മാരിടൈം ബോർഡർ വരുന്നതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപ്സും. ഓക്കെ, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന ബോർഡറിന്റെ പേരാണ് പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, PALK, പാക് സ്ട്രേറ്റ്. ഓക്കെ, പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണക്ക് മാലിദ്വീപ്സ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശകാര്യ നയങ്ങൾ, അതിന്റെ ചരിത്രമാണ് ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറെ അഗ്രിമെന്റ്സിന്റെ പേര് വരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ സെറ്റിന് ഈ പറയുന്ന വർഷം അത്ര ഇമ്പോർട്ടന്റ് അല്ല. വളരെ ചുരുക്കം തവണ മാത്രമാണ് വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വർഷം അല്ലെങ്കിൽ ക്രോണോളജി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ക്രോണോളജി നോക്കണ്ട, ജസ്റ്റ് അതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഇന്ന സംഭവത്തിന് ശേഷം ഇന്ന സംഭവം ഉണ്ടായി, അതൊന്ന് പഠിച്ചു വെക്കുക. ബേസിക്കലി ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പറയുന്നത് ഈ തിയറി ഒഴിച്ചു നിർത്തിയാൽ ഭയങ്കര ഒരു കഥ പോലെ ഭയങ്കര രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ഇന്ത്യ ബംഗ്ലാദേശ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇത് 1971 തൊട്ടുള്ള കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ട് ഇതിന് മുന്നേയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഇന്ത്യ വിഭജിക്കുന്നു. അപ്പം പാകിസ്ഥാൻ അന്ന് 2 സെക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായിരുന്നു, വെസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വെസ്റ്റ് പാകിസ്ഥാനാണ് നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ ഇത് ബ്രിട്ടീഷ് ഇന്ത്യ ടൈമിൽ ബംഗാളിൽ നിന്ന് പാർട്ടീഷൻ ചെയ്തൊക്കെ പോയതാണ് ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം ഈ 1971 ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന്
വെസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു കുറച്ചും കൂടെ പവർ ഉണ്ടായിരുന്നത്. ഓക്കെ, അന്ന് യഹിയ ഖാൻ ആയിരുന്നു. യഹിയ ഖാൻ എന്ന് പറഞ്ഞൊരു നേതാവായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അപ്പം പുള്ളി എന്ത് ചെയ്തു പറഞ്ഞാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ അന്ന് അവാമി ലീഗിന്റെ നേതാവായിരുന്ന മുജീബുർ റഹ്മാൻ അന്ന് വലിയൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും, പക്ഷെ പുള്ളിയെ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല, പുള്ളിക്ക് ഭരണം കൊടുക്കാവുന്ന രീതിയിൽ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറുകയും ഒരു ആക്രമണം ഉണ്ടായി, യുദ്ധത്തിലേക്ക് സമാനമായ സാഹചര്യം ആയപ്പോൾ ഇന്ത്യ കയറി ഇടപെടുകയുമാണ് ഉണ്ടായത്. ഓക്കെ, അതാണ് സംഭവം. മുജീബുർ റഹ്മാൻ ആയിരുന്നു അതിനുശേഷം ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്നു. ഓക്കെ, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്നു. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ്. അങ്ങനെ ഇന്ത്യ ഹെൽപ്പ് ചെയ്തിട്ട് അന്ന് ആ ലിബറേഷൻ വാർ നമ്മൾ ജയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ബംഗ്ലാദേശ് 1971 ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള പേര് മാറുന്നു, അത് ബംഗ്ലാദേശ് ആകുന്നു. 1971 India recognized Bangladesh. India was the first country to recognize Bangladesh as an independent state and established diplomatic relations immediately after its independence in December 1971. അങ്ങനെ 1971 ഇന്ത്യയാണ് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സർവാധികാരമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഫസ്റ്റ് 1971 റെക്കഗ്നൈസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം 1974 ഒരു ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഒരു ബൗണ്ടറി അഗ്രിമെന്റ്, ഓക്കെ, ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ബൗണ്ടറി അഗ്രിമെന്റ് 1974 ഒരു LBA സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, LBA എന്ന് പറഞ്ഞാൽ ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ്. സൈൻഡ് ബംഗ്ലാദേശ് സൈൻസ് ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് LBA വിത്ത് ഇന്ത്യ 1974. 1974 ഉണ്ട്, 2015 ഉണ്ട്, അത് അടുത്ത പേജിലുണ്ട്, ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ 1974 ഒരു ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1996 ദിസ് പാർട്ട് സ്ക്രീൻ എന്താ മനസ്സിലായില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ വിസിബിൾ അല്ല. എടുക്കുന്നതാണല്ലോ സ്ക്രീൻ, എനിക്ക് വ്യക്തമാവുന്നില്ല. ഒന്ന് ഓഡിയോ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എന്താ പ്രശ്നം? ഓക്കെ, ഗംഗ വാട്ടേഴ്സ് ട്രീറ്റി, അത് കഴിഞ്ഞ് 1996 ഒരു ട്രീറ്റി വരുന്നുണ്ട്, ഗംഗാസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഈ ഗംഗാസ് വാട്ടേഴ്സ് ട്രീറ്റി ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തത്? അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഇന്ത്യയും ബംഗ്ലാദേശ് തമ്മിലാണ് സൈൻ ചെയ്തേക്കുന്നത്. 1996 ഗംഗ വാട്ടേഴ്സ് ട്രീറ്റി സൈൻ ചെയ്യുന്നു. ട്രീറ്റി വാസ് സൈൻ ഇൻ 1996 ആസ് എ 30-year വാട്ടർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് അറ്റ് ഫറാക്ക ബാരേജ്. ഫറാക്ക ബാരേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വാട്ടർ ഷെയറിംഗ് ആയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ സമ്മർ ടൈമിൽ ബംഗ്ലാദേശിൽ കനത്ത വരൾച്ച ഉണ്ടാവും, ഡ്രൈ സീസൺ ആണ്. അപ്പൊ അവിടുത്തെ ഇറിഗേഷന് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഈ ഗംഗാസ് വാട്ടർ ട്രീറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അതിപ്പോ 30 കൊല്ലമായില്ലേ. 1996 എന്ന് പറയുമ്പോൾ 2006, 2016, 30 കൊല്ലമായി. ട്രീറ്റി ഈ കൊല്ലം എക്സ്പയർ ആവും, ചിലപ്പോൾ അത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ, സ്ക്രീനൊക്കെ വിസിബിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയൂ കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ. അതിനുശേഷം 2015 അടുത്ത ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് 2015. അപ്പൊ മൊത്തത്തിൽ 2 ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. 2015 ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് കം ഇൻടു ഫോഴ്സ് in 2015. Under the agreement, India transferred 111 enclaves to Bangladesh and Bangladesh transferred 51 enclaves to India. Also, the 100th Amendment Act of 2050 of the Indian Constitution gave effect to this agreement. 2015 ഒരു ഇത് വരുന്നു. അതായത് എൻക്ലേവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് റീജിയൻസ് ആണ്. ഈ എൻക്ലേവ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ബംഗ്ലാദേശിന്റെയും ഇന്ത്യയിലുള്ള കുറച്ച് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രോപ്പർ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബേസിക് ആയിട്ട് ഒരു സിറ്റിസൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആനുകൂല്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം അതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ ബംഗ്ലാദേശിനും കൊടുത്തു. ബംഗ്ലാദേശിന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, കുറച്ച് എൻക്ലേവ്സ് അല്ലെങ്കിൽ കുറച്ച് റീജിയൻസ് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് 100th Amendment Act of 2015 വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 100ാമത്തെ അമെന്റ്മെന്റ് വരുന്നത് എന്തിനാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, നൂറാമത്തെ അമെന്റ്മെന്റ് വരുന്നത് അപ്പോൾ ബംഗ്ലാദേശിന്റെ ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് എൻക്ലേവ്സിന്റെ ട്രാൻസ്ഫറും ആയിട്ടാണ്
ബന്ധപ്പെട്ടാണ് 100ാമത്തെ അമെൻമെന്റ് ആക്ട് ഓഫ് 2015 വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 2024, ഇതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം. ഷെയ്ഖ് ഹസീന ഫ്ലഡ് ടു ഇന്ത്യ ആൻഡ് റിമൈൻസ് ഇൻ എക്സൈൽ ഇൻ ഇന്ത്യ ടിൽ നൗ. അതായത് 2024 ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ പ്രസിഡന്റായ മുജീബ് റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ഓക്കെ, ഇപ്പോ അവിടുത്തെ അവാമി ലീഗിന്റെ നേതാവൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി ഇന്ത്യയിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശില് ഒരു സിവിൽ സർവീസ് കോട്ട കൊടുക്കുന്നതിന്റെ ഒരു ബന്ധമായിട്ട് ഒരു ജോലിയുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളും ഒക്കെ ബന്ധമായിട്ട് അവിടെ ഒരു സമരം നടക്കുകയും അത് കുറച്ച് വയലന്റ് ആവുകയും അത് അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് പോലീസുകാർ കുറച്ച് ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ചു അവിടെ പോലീസും മിലിറ്ററിയും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കുറെ വിദ്യാർത്ഥികളും സമരക്കാരും മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി, ഒരു സിവിൽ വാർ പോലെ ആയി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയാണ് ഉണ്ടായത്. പദവിയൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് രാജ്യം വിട്ടു. ഷെയ്ഖ് ഹസീന നേരെ വന്നത് ഇന്ത്യയിലേക്കാണ്. അപ്പം പൊളിറ്റിക്കൽ അസൈലം എടുക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം എടുക്കുക എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അങ്ങനെ രാഷ്ട്രീയ അഭയം എടുത്ത് ഇപ്പം ഷെയ്ഖ് ഹസീന ന്യൂഡൽഹിയിലാണ് ഉള്ളത്. പക്ഷെ ഒരു സെക്യൂർ ലൊക്കേഷനിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ആർക്കാവുന്ന എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ ന്യൂഡൽഹിയിൽ ഉണ്ട് എന്നതാണ് ഇന്റൽ. ഓക്കെ, ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂഡൽഹിയിൽ ഉണ്ട്. ഓക്കെ, ആള് ന്യൂഡൽഹിയിൽ ഉണ്ട്. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാഷ്ട്രീയഭയം കൊടുത്തു കഴിഞ്ഞാൽ, ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് വളരെ പ്രോ ഇന്ത്യ സ്റ്റാൻസ് എടുത്ത അല്ലെങ്കിൽ ഇന്ത്യയുമായി വളരെ ചേർന്ന് നിന്ന് രാഷ്ട്രീയ നയങ്ങൾ എടുത്ത ഒരു നേതാവായിരുന്നു. അതേ കണക്ക് തന്നെ മുജീബുർ റഹ്മാനും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസിസിലാണ് ഷെയ്ഖ് ഹസീനയുടെ മകൾക്കും ഇന്ത്യയിൽ ഈ പറയുന്ന രാഷ്ട്രീയ അഭയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസൈലം കൊടുത്തത്. ഓക്കെ, 2024 അവരിപ്പോഴും ഷെയ്ഖ് ഹസീനയുടെ മകളും ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ്. പക്ഷെ ഇപ്പോഴും ബംഗ്ലാദേശ് ഗവൺമെന്റ് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്കെതിരെ അവിടെ ട്രയൽ നടത്തണം. ഓക്കെ, ഷെയ്ഖ് ഹസീനെ കുറ്റക്കാരിയായിട്ട് കാണുന്നുണ്ട് അവിടുത്തെ ബംഗ്ലാദേശ് ജനത. അപ്പം ഷെയ്ഖ് ഹസീനെക്കെതിരെ ട്രയൽ നടത്തി അല്ലെങ്കിൽ വിചാരണ നടത്താൻ വേണ്ടി ഷെയ്ഖ് ഹസീനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ആവശ്യം ഇന്ത്യ ചെവി കൊള്ളുന്നില്ല, മിക്കവാറും അത് അംഗീകരിക്കാനും ചാൻസ് ഇല്ല. ഓക്കെ, അടുത്തായി പ്രധാനപ്പെട്ട പ്രോജക്ട്സ് ആണ് അക്കൗറ അഗർത്തല റെയിൽ ലിങ്ക്, കുല്ല മുങ്കോള പോർട്ട്, മൈത്രി സേതു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാലമാണ് കേട്ടോ, ഒരു പാലമാണ്. ഇതെല്ലാം പ്രോജക്ട്സ് ആണ്. അപ്പൊ ഈ പ്രോജക്ട്സിന്റെ പേരൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, പ്രോജക്ട്സിന്റെ പേരൊക്കെ നോക്കി വെക്കുക. ഈ പ്രോജക്ട് എവിടെയാണ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഡിഫൻസ് എക്സസൈസിന്റെ പേര് നോക്കി വെക്കുക. ഈ ജോയിന്റ് ഡിഫൻസ് എക്സസൈസ് ആണ്. അതായത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു വിഭാഗവും ബംഗ്ലാദേശ് മിലിറ്ററിയുടെയും ഒരു വിഭാഗവും തമ്മിൽ നടത്തുന്ന ജോയിന്റ് എക്സസൈസിന്റെ പേരാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, സമൃദ്ധി. അങ്ങനെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ നമുക്ക് മിലിറ്ററി എക്സസൈസ് ഉണ്ട്, അതിനെല്ലാം ഒരു പേരും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയും യുഎസും തമ്മിൽ നടത്തുന്ന മിലിറ്ററി എക്സസൈസിന്റെ പേര് യുദ്ധാഭ്യാസം എന്നാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്ന മിലിറ്ററി എക്സസൈസിന്റെ പേര് ഇന്ദ്ര എന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതാണ് നേവൽ എക്സസൈസിന്റെ പേരാണ് ബൊങ്കോ സാഗർ എക്സസൈസ്. ഓക്കെ, ബൊങ്കോ സാഗർ എക്സസൈസ്. അപ്പം ഇതൊക്കെയാണ് ബംഗ്ലാദേശിന്റെ കാര്യം. ബംഗ്ലാദേശ് പറഞ്ഞ 2 ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് ഉണ്ട്, പിന്നെ ഒരു ഗംഗാ വാട്ടർ ട്രീറ്റി ഉണ്ട്, ഫറാക്ക ബാരേജിൽ ഗംഗാ വാട്ടർ ട്രീറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1971 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1971 ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത്. വെസ്റ്റ് പാകിസ്ഥാന്റെ കരയിൽ നിന്ന് ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയാണ് ഇടപെടുന്നത്. 1971 ബംഗ്ലാദേശിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അതിനുശേഷം 2024 ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു സംഭവം നടന്നത്. അത് ഷെയ്ഖ് ഹസീന പൊളിറ്റിക്കൽ അസൈലം തേടി ഇന്ത്യയിലേക്ക് വരുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നിക്കക്കള്ളിയില്ലാതെ നേരെ ഓടി വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലൂടെ രാഷ്ട്രീയ അഭയം കൊടുത്തേക്കാണ്. ഷെയ്ഖ് ഹസീന സത്യം പറഞ്ഞ ഒരു ഒളിവിൽ നിൽക്കുകയാണ് ഇന്ത്യയിൽ. ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി വധിക്കപ്പെടും. കൺഫേം ആയിട്ട് ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി വധിക്കപ്പെടും. പുള്ളിക്കാരിയും പുള്ളിയുടെ മകളും വാദിയ എന്നാണെന്ന് തോന്നുന്നു മകളുടെ പേര്, വാദിയെല്ലാം വധിക്കപ്പെടും. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു സെക്യൂർ ലൊക്കേഷനിലാണ് ഷെയ്ഖ് ഹസീന ഇപ്പൊ ജീവിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ 2011 സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഓക്കെ, 2011 ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ഉണ്ട്, SPA. ദ ഗൈഡിംഗ് സ്പിരിറ്റ് ഓഫ് ദ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ വിത്ത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ഇൻ 2011. ജസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ആര് തമ്മിലാണ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ SPA ആര് തമ്മിലാണ് സൈൻ ചെയ്തത്? 2011 ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ സൈൻ ചെയ്തു. ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് ആര് തമ്മിലാണ് സൈൻ ചെയ്തത്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സൈൻ ചെയ്തു. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ,
പിന്നെ ഈ 2011-ലും 2016-ലും ഒക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആരുടെ അണ്ടറിലാണ്? അഫ്ഗാനിസ്ഥാൻ ആരുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ആര് ബാക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ ആര് ബാക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത്? 2011-ലും 2016-ലും എല്ലാം ഇന്ത്യ ഈ പറയുന്ന അഗ്രിമെന്റും ഈ പറയുന്ന സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഭരിക്കുന്നത് ആരാണ്? അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് ആരാണ്? ആരാണ്? മെസ്സേജ് തന്നെ ആരാണ്? അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്ന മീൻസ് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അതിനെ ബാക്ക് ചെയ്യുന്നത് ആരാണ്? ആരാണ് അഫ്ഗാനിസ്ഥാനിൽ? ഓക്കെ, അപ്പം അത് ബാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ US ബാക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആയിരുന്നു ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരാം. അപ്പൊ 9/11 അറ്റാക്ക് നടക്കുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. 2001 വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് നടക്കുന്നു. അതായത് തങ്ങളുടെ വ്യോമപാതയിൽ കൂടെ ഒരു ഈച്ച പോയാൽ നമ്മൾ അറിയുമെന്ന് പറയുന്ന അമേരിക്കയുടെ 2 വിമാനങ്ങൾ തട്ടിയെടുത്ത് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചു കയറുന്നു. 30,000-ഓളം ആൾക്കാർ മരിക്കുന്നു. അപ്പം അതിനുശേഷം അമേരിക്ക ഗ്ലോബൽ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ടെററിസത്തിനെതിരെ ലോകം മൊത്തം ഒന്നിച്ചിരിക്കുന്ന രീതിയിലൊരു ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നു. അന്ന് അതിന്റെ അൽഖ്വയ്ദ ചീഫായ, ഇതിന്റെ ചീഫ് പ്ലാനറായ ബിൻ ലാദനെ എക്സിക്യൂട്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ അൽഖ്വയ്ദയെ തുടച്ചു വെക്കുന്ന രീതിയിലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നത്. ഏകദേശം 20 വർഷത്തോളം, അല്ലെങ്കിൽ 2019-20-ലാണ് അമേരിക്ക ബാക്ക് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അത്രയും കാലത്തോളം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ടൈമിലെല്ലാം അമേരിക്ക ബാക്ക് ചെയ്തിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റും SPAയും, അതായത് ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ്, 2014 ഒരു ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ് ഉണ്ട്. ഇന്ത്യ കംപ്ലീറ്റ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് അഫ്ഗാൻ പാർലമെന്റ് ആൻഡ് സൽമാ ഡാം ഇൻ 2016. ഓക്കെ, അപ്പൊ സൽമാ ഡാമും അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ഡാമാണ് സൽമാ ഡാം എന്ന് പറയുന്നത്. അപ്പം ഈ സൽമാ ഡാമും അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റും എല്ലാം പണിഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റും അതായത് സൽമാ ഡാമും ഒക്കെ പണിയാൻ സഹായിക്കുന്നത് ഇന്ത്യയാണ്. ഓക്കെ, 2016-ൽ. ഓക്കെ, 2021. അപ്പൊ കറക്റ്റ് 20 കൊല്ലം. In 2021, Taliban takes over on 5th August 2021. താലിബാൻ overthrew അഷ്റഫ് ഗാനിസ് ഗവൺമെന്റ്. ഈ അഷ്റഫ് ഗാനിസ് ഗവൺമെന്റ് ആയിരുന്നു ആര്? നമ്മുടെ അമേരിക്ക ബാക്ക് ചെയ്തിരുന്ന ഗവൺമെന്റ്. ആൻഡ് സീസ് പവർ ഇൻ അഫ്ഗാനിസ്ഥാൻ. ദ ന്യൂ ലീഡർ ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇസ് മുല്ല അബ്ദുൽ ഗാനി ബറദാർ. So the new leader of Afghanistan is Mullah Abdul Ghani Baradar. The new Taliban government has changed the official name and flag of Afghanistan to Islamic Emirate of Afghanistan. Previously, the Taliban had ruled Afghanistan from 1996 to 2001. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയ ഒരു രാജ്യമാണ്. ഓക്കെ, കുറെ കാലം താലിബാൻ ഭരിച്ചു. അതിന്റെ ഇടയ്ക്ക് സോവിയറ്റുകാർ ഒന്ന് അധിനിവേശം നടത്തി. അപ്പൊ സോവിയറ്റുകാർ കുറെ കാലം ഭരിച്ചു. അതിനുശേഷം വീണ്ടും താലിബാൻ വന്നു. അതിനുശേഷം വീണ്ടും എന്ത് പറ്റി? വീണ്ടും അമേരിക്ക വന്നു. അങ്ങനെ അമേരിക്ക ജസ്റ്റ് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വീണ്ടും താലിബാൻ വന്നു. ഓക്കെ, ഈ അമേരിക്ക ഏകദേശം 20 വർഷത്തോളമാണ് താലിബാനിൽ ഈ പറയുന്ന അധിനിവേശം നടത്തിയിരുന്നത്. ഓക്കെ, ടേക്ക് ഓവർ ചെയ്തിരുന്നത്. പക്ഷെ ഈ കാലം കൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്ന് വേണം പറയാൻ. അവിടുത്തെ കുറെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊളാട്രൽ ഡാമേജിന്റെ പേരിൽ കൊന്നൊടുക്കി എന്നല്ലാതെ അവിടെ ഒരു പ്രത്യേകത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അതിനൊരു വലിയ ഉദാഹരണമാണ് ഏകദേശം എനിക്കൊന്നൊരു അമേരിക്ക താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വിട്ട് ഒരു 10-15 ദിവസത്തിനുള്ളിൽ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പിടിച്ചു. നമ്മളത് മനസ്സിലാക്കേണ്ടത് 20 വർഷത്തോളം എന്തായിരുന്നു, 20 വർഷത്തോളം താലിബാൻ അമേരിക്കയുടെ അണ്ടറിലായിട്ട് വെറും 15 ദിവസം ഇവർ പോയി 15 ദിവസത്തിനുള്ളിൽ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചു. ഓക്കെ, അങ്ങനെ അഷ്റഫ് ഗാനിയുടെ ഗവൺമെന്റ് ആയിരുന്നു. 2021 വീണ്ടും ഇവര് ഭരണം പിടിക്കുന്നു. ഓക്കെ, അങ്ങനെ മുല്ല അബ്ദുൽ ഖാനി ബരദറാണ് പുതിയ നേതാവായിട്ട് വരുന്നത്. അവർ വന്ന ഉടനെ അവരുടെ ഒഫീഷ്യൽ നെയിമും അവരുടെ ഫ്ലാഗും എല്ലാം മാറ്റുന്നു. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനിന് പേര് മാറ്റുന്നു. ഓക്കെ, ഈവൻ താലിബാൻ എന്നൊരു ചരിത്രമുണ്ട്. താലിബാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ക്രിയേഷൻ ആണ്. ഓക്കെ, അമേരിക്കയുടെ ഒരു ക്രിയേഷൻ ആണ്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി, ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ അന്ന് ജിഹാദികൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ വളർത്തിയെടുത്ത ഒരു സംഘടനയാണ്
അമേരിക്ക ഫണ്ട് ചെയ്ത് വളർത്തിയെടുത്ത ഒരു സംഘടനയാണ് താലിബാൻ എന്ന് പറയുന്നത്. അവസാനം അവർക്ക് തന്നെ അതൊരു വലിയ പണിയായി വന്നു. ഓക്കെ, അവർക്ക് തന്നെ വലിയൊരു പണിയായി വന്നു. അവർക്ക് തന്നെ തുടച്ചു വെക്കേണ്ട ഒരു ആവശ്യം വന്നു അതിനകത്ത്. അടുത്താണ് 2021 ഓപ്പറേഷൻ ദേവി ശക്തി. അപ്പം ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന അമേരിക്ക പോയതിന്റെ ഭാഗമായിട്ട് അവിടെ വലിയ രീതിയിൽ കെയോസ് ഉണ്ടായി. താലിബാൻ ടേക്ക് ഓവർ ചെയ്യുന്ന ബന്ധപ്പെട്ട് വലിയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നു. അപ്പൊ ആ ടൈമിൽ ഈ പറയുന്ന ഇന്ത്യൻ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ഓപ്പറേഷൻ ഇങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് പല സമയത്തായിട്ട് നടന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേര് പഠിക്കാം, നമുക്ക് ഈ പോകുന്ന വഴിക്ക് അതെല്ലാം പഠിക്കാം. ഓക്കെ, ഓപ്പറേഷൻ ദേവി ശക്തി അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഈ പറയുന്ന സിവിൽ വാർ നടന്ന ടൈമിൽ അല്ലെങ്കിൽ അമേരിക്ക ബാക്ക് അടിച്ച ടൈമിൽ അവിടെ ഉള്ള നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 100 കണക്കിന് ഇന്ത്യൻസിനെയാണ് ആ ടൈമിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യ തിരിച്ചു കൊണ്ടുവരുന്നത്. 2025 ഇന്ത്യ ഒഫീഷ്യലി റീഓപ്പൺ ദെയർ എംബസി ഇൻ കാബൂൾ. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവിടെ എന്താണ് ഒരു രാഷ്ട്രീയ അരാജകത്വം തന്നെ വന്നു എന്ന് പറയാം. നമുക്കറിയാം താലിബാൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അത് കണക്ക് തന്നെ ഈ പറയുന്ന ജനാധിപത്യത്തിനൊക്കെ ആയിരുന്നു വലിയൊരു വെല്ലുവിളിയാണ് താലിബാൻ പലരും പറഞ്ഞുകൂടെ നിൽക്കുമ്പോൾ. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഒരു 3 വർഷത്തോളം 4 വർഷത്തോളം അവിടെ ഇന്ത്യൻ എംബസി ഒക്കെ ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. അങ്ങനെ 2025 വീണ്ടും ഇന്ത്യൻ എംബസി അവിടെ റീഓപ്പൺ ചെയ്യുന്നത്. താലിബാൻ ഭരണം വന്നതിന് ശേഷം ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? താലിബാൻ ഗവൺമെന്റിനെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? താലിബാൻ ഗവൺമെന്റിനെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം താലിബാനിലുള്ള ഇപ്പോഴുള്ള ഭരണകൂടത്തെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം. ഇപ്പോൾ താലിബാനിലുള്ള ആ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഗവൺമെന്റിനെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അവിടെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? 2025 നമ്മുടെ എംബസിക്ക് കാബൂളിൽ തുറന്നിട്ടുണ്ട്. നോ. ഓക്കെ, നോ ആണ് ഉത്തരം. ശരിയാണ്, ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ അവരുമായിട്ട് ബന്ധം വരുന്നുണ്ട്. ഓക്കെ, റെക്കഗ്നിഷൻ ഇല്ല, പക്ഷെ എന്താ പറയുന്നത്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്. എന്താണ് റിലേഷൻസ് വിത്തൗട്ട് റെക്കഗ്നിഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. റിലേഷൻസ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു സൗത്ത് ഏഷ്യയിലാണ് അഫ്ഗാനിസ്ഥാൻ നിൽക്കുന്നത്. നമുക്ക് വേണ്ട ഒരുപാട് പ്രോജക്ട്സ് അഫ്ഗാനിസ്ഥാനിൽ റൺ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ സൽമാ ഡാം ആണെങ്കിലും അതേ കണക്ക് ഈ പറയുന്ന പാർലമെന്റ് ആണെങ്കിലും നിർമ്മിച്ചു കൊടുത്തത് ഇന്ത്യയാണ്. അതേ കണക്ക് തന്നെ ഈ ചൈനയ്ക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെ മേലിലുള്ള ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് 20 കൊല്ലം അമേരിക്ക എന്നിട്ടും അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല? അത് അവരുടെ ആ ടെറൈനിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ആ ടെറൈനിലാണ് അമേരിക്ക വീണുപോയത്. അഫ്ഗാനിസ്ഥാനിലെ ടെറൈനിന് അഫ്ഗാനികളെക്കാൾ നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ, ആ ടെറൈനിലാണ് വീണുപോയത്. അതേ കണക്ക് തന്നെയാണ് അവിടുത്തെ റിസോഴ്സസും, ആ ടെറൈനിൽ ഉണ്ടാവുന്ന റിസോഴ്സസും. അപ്പം അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹോൾഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യക്ക് എപ്പോഴും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് വലുത്. നമ്മുടെ ജയശങ്കർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇടയ്ക്ക് പുട്ടിന് പീരിയഡ് ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് എന്ത്, നമുക്ക് വലുത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ സിറ്റിസൺസിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് വലുത്, അതിന് നമ്മൾ എന്തും ചെയ്യും. ഓക്കെ, അങ്ങനെ 2025 നമ്മൾ എംബസി ഒക്കെ റീഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഗവൺമെന്റിനെ ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, 2026 അഫ്ഗാൻ ഡിപ്ലോമാറ്റ്സ് വിസിറ്റഡ് ഇന്ത്യ ഫോർ എ ഹൈ ലെവൽ മീറ്റിംഗ്. ഈ ഇടയ്ക്കാണ് എനിക്കൊന്ന് 1-2 മാസമായിട്ടുള്ളൂ തോന്നുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുറച്ച് ഡിപ്ലോമാറ്റ്സ് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ഓക്കെ, 2-3 മാസം മുന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ആ ടൈമിൽ വന്നപ്പോൾ ചെറിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രസ് മീറ്റിംഗ് വിളിച്ച ടൈമിൽ സ്ത്രീകളായ ജേർണലിസ്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നമായിരുന്നു. ആ ടൈമിൽ കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പ്രസ് മീറ്റിംഗ് നടത്താൻ നേരത്ത് സ്ത്രീകളായ ജേർണലിസ്റ്റുകൾ അവിടെ പാടില്ല എന്നാണ് അഫ്ഗാൻ ഡിപ്ലോമാറ്റ്സ് പറഞ്ഞത്. അപ്പൊ ഇന്ത്യക്കാർ പറഞ്ഞ് പറ്റില്ല, സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് പറ്റില്ല. അങ്ങനെ അവർ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് വീണ്ടും പിന്നെ സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് പ്രസ് മീറ്റ് നടന്നത്. ഓക്കെ, അടുത്തതാണ് ഇന്ത്യ നേപ്പാൾ. ഓക്കെ, ഇന്ത്യ നേപ്പാളും തമ്മിലും നല്ല ബന്ധമുണ്ട്. കാരണം നേപ്പാൾ കുറെ കാലം അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീനിയൻ ആയിട്ടുള്ള ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയും നേപ്പാളും തമ്മിൽ, ഇന്ത്യയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തമ്മിൽ നല്ല ബന്ധമാണ് ഇന്ത്യക്ക് നേപ്പാളിനുള്ളത്. ഓക്കെ, അത് നമുക്ക് ട്രീറ്റീസ് ഒക്കെ നോക്കാം. 1950 ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്.
The India-Nepal Treaty of Peace and Friendship of 1950 forms the bedrock of the special relations that exist between India and Nepal. Okay, അങ്ങനെ 1950 ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഇന്ത്യയും നേപ്പാളും സൈൻ ചെയ്യുന്നു. അപ്പം അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ട്രീറ്റിയാണ്. അത് കഴിഞ്ഞ് 1996 മഹാകാളി ട്രീറ്റി. മഹാകാളി എന്ന് പറഞ്ഞാൽ ഒരു റിവർ ആണ്, ഇന്ത്യക്ക് നേപ്പാളിന് ഇടയിൽ കൂടെ പോകുന്ന റിവർ ആണ് മഹാകാളി റിവർ. നിങ്ങൾ നോക്കി വെക്കുക, മഹാകാളി റിവർ ഏത് രാജ്യങ്ങൾക്കിടയിൽ കൂടെയാണ് പോകുന്നത്? ഇന്ത്യയും നേപ്പാളും തമ്മിൽ ബൈപ്പാസ് ചെയ്യുന്ന ഒരു റിവർ ആണ് മഹാകാളി റിവർ. അപ്പം അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ജലവിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ട്രീറ്റിയാണ് മഹാകാളി ട്രീറ്റി സൈൻ. ദ റിവർ ഇസ് എ ബൗണ്ടറി റിവർ പാസിംഗ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. ഓക്കെ, ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തത് 1997 ബിംസ്റ്റെക്കും 2015 BBIN. The Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation was formed in 1997. Okay. ഏകദേശം 7ഓളം വരുന്ന ഈ സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും രാജ്യങ്ങൾ, ഈ ബേ ഓഫ് ബംഗാളിന് തീർത്ത് വരുന്ന രാജ്യങ്ങളിൽ ഉള്ളൊരു മൾട്ടി സെക്ടറൽ കോപ്പറേഷൻ ആണ് ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത്. നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ജോയിൻ ബിംസ്റ്റെക് ഇൻ 2004. 1997 ഇത് തുടങ്ങിയെങ്കിലും നേപ്പാളും ഭൂട്ടാനും ജോയിൻ ആവുന്നത് ഏകദേശം 2004. ഓക്കെ, അതേ കണക്കാണ് BBIN എന്ന് പറയുന്നത്. BBIN 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശും ഭൂട്ടാനും ഇന്ത്യയും നേപ്പാളും കൂടെയുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് 2015 സ്റ്റാർട്ട് ചെയ്ത BBIN. നമുക്ക് ബിംസ്റ്റെക്കും BBIനും കുറിച്ചെല്ലാം ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2015 BBIN സ്റ്റാർട്ട് ചെയ്യുന്നു, 1997 ബിംസ്റ്റെക് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ നേപ്പാൾ ജോയിൻ ചെയ്യുന്ന ബിംസ്റ്റെക്കിൽ 2004. ഭൂട്ടാനും നേപ്പാളും ജോയിൻ ചെയ്യുന്നത് 2004. ഓക്കെ, ഇതെല്ലാം മൾട്ടിലാറ്ററൽ ഫോറംസ് ഉദ്ദേശിക്കുന്നത് പല മേഖലകളിൽ ഇവർക്ക് ജോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ മിലിറ്ററി എക്സസൈസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മൾട്ടി സെക്ടറൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എന്ന് പറയുന്നത്. അടുത്താണ് 2020 ഇന്ത്യ നേപ്പാൾ ബോർഡർ ഡിസ്പ്യൂട്ട്, കാലാപാനി ഡിസ്പ്യൂട്ട്. Okay, Nepal in 2020 released Limpiyadhura Lake of Uttarakhand, Nepal. ഈ പറയുന്ന സ്ഥലങ്ങൾ കാലാപാനി, ലിംപിയാദുര ആൻഡ് ലിപു ലേക്ക്. അപ്പം ഈ സ്ഥലങ്ങൾ നേപ്പാൾ ഭാഗമാണ് പറഞ്ഞുകൊണ്ട് നേപ്പാൾ മാപ്പ് റിലീസ് എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ അയൽ രാജ്യത്തുണ്ട്. ഏതാണ്? ഇവരിങ്ങനെ ക്ലെയിം ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു മാപ്പ് റിലീസ് ചെയ്യും, എന്നിട്ട് പറയും ഈ ഇവര് നമ്മുടെ ഇപ്പൊ ഇന്ത്യയുടെ അണ്ടറിലുള്ള അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളും കൂടെ ചേർത്ത് അങ്ങ് വരച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്ന് പറയും. അതായത് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേറൊരു രാജ്യം കൂടെ ഉണ്ട്. പറയാൻ പറ്റും ഏത് രാജ്യമാണ്? എല്ലാ രാജ്യങ്ങളും ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ടും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു രാജ്യമുണ്ട്. ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഈ നോർത്ത് ഈസ്റ്റ് പ്രോവിൻസിലെ ഭരണാധികാര സ്ഥലങ്ങളെല്ലാം. ഇവരുടെ മാപ്പ് ഒക്കെ വരും സ്ഥലങ്ങളെല്ലാം ഇവരുടെ പാർട്ടായിരുന്ന രീതിയിലാണ് ചൈന എപ്പോഴും മാപ്പ് വരച്ചത്. മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നേപ്പാൾ 2020 ആലാപാനി എന്ന് പറയുന്ന സ്ഥലം അവരുടെയാണെന്ന് പറഞ്ഞ് വരച്ചു വെച്ചു. നേപ്പാൾ ഓൾസോ ക്ലെയിം ദ ഏരിയ ഓഫ് സുസ്ത ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്ട്, ബീഹാർ. അപ്പോൾ ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്റ്റിലുള്ള സുസ്ത എന്ന് പറയുന്ന റീജിയനും ഇതേ കണക്ക് തന്നെ വരച്ച് അവരുടെ റീജിയൻ ആണെന്ന് പറഞ്ഞ് വെച്ചു. ബൗണ്ടറി ഡിസ്പ്യൂട്ട് റിമൈൻസ് റിസോൾവ് ഇഷ്യൂ. അപ്പം ഈ ബൗണ്ടറി ഒരു ഇഷ്യൂ ഇപ്പോഴും അൺറിസോൾവ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നേപ്പാളുമായിട്ട് ഇപ്പോഴും ഈ പറയുന്ന ഒരു ഇഷ്യൂ നമുക്കുണ്ട്, കാലാപാനി ഇഷ്യൂ. കാലാപാനി ഇഷ്യൂ ഏത് രാജ്യമായിട്ടാണ്? നേപ്പാളുമായിട്ടാണ്. ഓപ്പറേഷൻ മൈത്രി 2015 ഓർമ്മ ഉള്ളവർക്ക് അറിയായിരിക്കും. ഒരു വലിയൊരു എർത്ത് നേപ്പാളിൽ ഉണ്ടായി, ഒരു ഭൂമിയൊലുക്കം നേപ്പാളിൽ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. Government of India was the first responder to the crisis and India carried out its largest disaster relief operation abroad. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരുന്നു ഈ പറയുന്ന ക്രൈസിസ് നേപ്പാൾ ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തത്, അവരെ സഹായിച്ചത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാലേ ഗുജറാത്ത് ഡോക്ടറിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടൊരു സഹായം കൊടുക്കും, ഒരു പാലം നമ്മൾ അങ്ങോട്ടിട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു പാലം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഗുജറാത്ത് ഡോക്ടറിന് നമ്മൾ പ്രായോഗികമാക്കിയ ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു. നമ്മളവരെ അകമഴിഞ്ഞ് സഹായിച്ചു. നമ്മുടെ അയൽ രാജ്യമായ, നമ്മുടെ നെയ്ബറായ, നമ്മുടെ സുഹൃത്തായ നേപ്പാളിനെ നമ്മളങ്ങ് അകമഴിഞ്ഞ് സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ, ഇന്ത്യ വേറൊരു രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. 2015 ഭൂമികുലുക്കം ഉണ്ടായ ടൈമിലാണ്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മൈത്രി.
ഓക്കെ, നമ്മൾ നേരത്തെ ഓപ്പറേഷൻ ദേവി ശക്തി പഠിച്ചിരുന്നു, ഇപ്പോൾ ഓപ്പറേഷൻ മൈത്രിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഓപ്പറേഷന്റെ പേരുകളൊക്കെ മാർക്ക് ചെയ്തിട്ടേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ extended $1 billion to Nepal as part of its long-term assistance for post-earthquake reconstruction in housing. അങ്ങനെ ഇന്ത്യ ഒരു $1 billion ആണ് നേപ്പാളിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്, അവരുടെ ഹൗസിങ്ങിനും എഡ്യൂക്കേഷനും അല്ലാത്ത കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അവരുടെ നേഷൻ റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഏകദേശം $1 billion ആണ് നേപ്പാളിന് നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മൾ ഈ ഗുജറാത്ത് ഡോക്ടറിന്റെ കാര്യമൊക്കെ പറയുമെങ്കിലും വേറൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം. നമ്മൾ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും വേണ്ട എന്നൊക്കെ നമ്മൾ ഡോക്ടറിന്റെ ബേസിൽ പറയുമെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെയൊക്കെ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അധികാരം ഓക്കെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രാജ്യങ്ങളുടെ മുകളിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ചൈന ശ്രീലങ്കയിൽ ക്രൈസിസ് വന്ന ടൈമിൽ നമുക്കറിയാം 2022-23 ടൈമിൽ അവിടെ സിവിൽ വാർ വന്നു അല്ലേ. സിവിൽ വാർ വന്നു, പോസ്റ്റ് കോവിഡ് ടൈമിലാണ് വന്നത്. കോവിഡ് റിലേറ്റഡ് ആയ കുറെ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു സിവിൽ വാറിലേക്ക് നയിച്ചത്. പിന്നെ അവിടുത്തെ ഗവൺമെന്റ് കുറച്ച് റിഫോംസും പാളി. അപ്പം വന്നപ്പോൾ ചൈന ഇന്ത്യയെ സഹായിച്ചു, പക്ഷെ ഇന്ത്യയെക്കാൾ അകമഴിച്ച് സഹായിച്ചത് ചൈനയാണ്. ഓക്കെ, പക്ഷെ അതിനുള്ള എല്ലാം ചൈന അവിടെ നിന്ന് കൊയ്തു എടുക്കുന്നുണ്ട്. ഓക്കെ, ആ നാടിന്റെ മുകളിൽ ഇപ്പൊ ചൈനയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ മുകളിൽ ചൈനയ്ക്ക് ഒരു വലിയൊരു വോയിസ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സഹായിക്കുമ്പോഴും തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഇവര് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇവര് ഒരു ആവശ്യപ്പെട്ടാൽ ഇവരൊക്കെ വൈദ്യം സഹായിക്കാൻ തയ്യാറാവും. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു സംഭവം ഇതാണ്, നമ്മൾ ഈ ഡോക്ടറിനും കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ. ഓക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് കൾച്ചറൽ എക്സസൈസ് സെക്ടർ മൊത്തത്തിൽ അവരുടെ നാട് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന എമൗണ്ട് എല്ലാം ഉദ്ദേശിച്ചത്. അടുത്തതാണ് ഇന്ത്യ ഭൂട്ടാൻ. ഒരു പക്ഷെ ഇന്ത്യക്ക് ഒരു തരത്തിലൊന്ന് ഏകദേശം സീറോ കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേപ്പാൾ പോലൊരു ചെറിയ രാജ്യം എടുത്താൽ കൂടെ നമുക്ക് എന്തുണ്ട്, കാലാപാനി പോലൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. പക്ഷെ ഭൂട്ടാനുമായിട്ട് നമ്മൾ അത്യാവശ്യം വളരെ സ്റ്റേബിൾ ആയ തീരെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് ഫോറിൻ പോളിസി കൊണ്ടുപോകുന്നത്. 1949 ട്രീറ്റി ഓഫ് പെർപച്വൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ. The Treaty of Perpetual Friendship and Cooperation of 1949 is the basic framework of India-Bhutan bilateral relations. This treaty was renewed in the year 2007. Former diplomatic relations were established in 1968. Okay, 1949 ഈ പറയുന്ന ട്രീറ്റി ഓഫ് പെർപച്വൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. 2007 ഇത് വീണ്ടും റിന്യൂ ചെയ്യുന്നുണ്ട്, ഈ ട്രീറ്റ് വീണ്ടും പുതുക്കുന്നുണ്ട്. ഫോമൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ വേ എസ്റ്റാബ്ലിഷ് ഇൻ 1968. പക്ഷെ ഫോമൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1968 എൻഗേജ്മെന്റ്സ് ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ ഷെയർ മൾട്ടിപ്പിൾ മൾട്ടിലാറ്ററൽ ഫോറംസ് സച്ച് ആസ് BBIN, BIMSTEC ആൻഡ് SAARC etc. The major area of India-Bhutan development partnership is in the hydropower cooperation. Okay, അപ്പം ഇന്ത്യയും ഭൂട്ടാനും ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫോറംസ് ആണ് ഈ പറയുന്നത്. BBIN നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, ബംഗാള്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ വരുന്ന ഒരു ഫോറമാണ് BBIN. ഞങ്ങൾക്ക് ബിംസ്റ്റെക്കില് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ കോപ്പറേഷൻ ആയിട്ട് ബിംസ്റ്റെക്കില്, സാർക്കില് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷനിൽ, അപ്പം ഈ പറയുന്ന ഫോറമിലൊക്കെ ഇന്ത്യയും ഭൂട്ടാനും എന്താണ് പാർട്ട്നേഴ്സ് ആണ്. അതേ കണക്ക് തന്നെ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലാണ് ഇന്ത്യയും ഭൂട്ടാനും വലിയ തോതിലുള്ള വികസനങ്ങൾ കാണിച്ചു വെക്കുന്നത്. ഓക്കെ, ഹൈഡ്രോ പവർ കൈമാറുന്നതിലൊക്കെയാണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ വലിയ രീതിയിൽ കോർപ്പറേഷൻ ഉള്ളത്. 2021 ഭൂട്ടാൻ അഡോപ്റ്റ്സ് ദ BIM ആപ്പ്. BIM ആപ്പ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും അല്ലെ, BIM UPI കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയ ഒരു പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത് അല്ലെ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് UPI ഫുൾ ഫോം. വേണമെങ്കിൽ എവിടെ എഴുതിയിട്ടോ, ചിലപ്പോൾ ചോദിക്കാം. ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ടാണ് 2015 UPI വരുന്നത്. പേയ്മെന്റ് ഇന്റർഫേസിന്റെ അല്ലെങ്കിൽ ആ ഒരു BIM ആപ്പ് ഒഫീഷ്യലി BIM എന്ന് പറയുന്നത്. അങ്ങനെ ആ എന്താണ് എടുത്ത ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, BIM ആപ്പ് ഒഫീഷ്യലി എടുത്ത രാജ്യമാണ് ഭൂട്ടാൻ. Bhutan became the first country in India's immediate neighborhood to use the BIM app for mobile-based payments, deepening the financial linkages between our countries. Okay, between our countries. Okay, countries. Okay.
ഓക്കെ, അങ്ങനെ ബിം ആപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ UPIയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ ഒഫീഷ്യൽ ആപ്പാണ് ബിം ആപ്പ് എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന അവരുടെ പേയ്മെന്റ് യൂസേഴ്സിന് വേണ്ടി സ്വീകരിക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന ഭൂട്ടാൻ. ഓക്കെ, 2015 ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ടാണ് ബിം ആപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ഇന്ത്യ മ്യാൻമാർ ആണ് കേട്ടോ. ഇന്ത്യ മ്യാൻമാർ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത്രേ ഉള്ളൂ. കുറച്ച് ട്രീറ്റികളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ബേസിക്കലി പഠിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ട്രീറ്റികള്, മിഷൻസ്, പിന്നെ ഇങ്ങനെ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അടുത്ത മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്സ്. Myanmar is a key component of India's Act East and India's Neighborhood First policy. ഓക്കെ, മ്യാൻമാർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലും ഇന്ത്യസ് നെയ്ബർഹുഡ് പോളിസിയിലും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടറാണ്. ബിംസ്റ്റെക്, ആസിയാൻ, മെക്കോങ്, ഗംഗ കോപ്പറേഷൻ ആർ ദ വേരിയസ് പ്ലാറ്റ്ഫോം ഫോർ ദ മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്സ്. മെക്കോങ് എന്ന് പറയുന്നത് മ്യാൻമാറിലെ ഒരു നദിയും ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ നദിയുമാണ്. ഓക്കെ, അപ്പം ആസിയാൻ പോലെ ബിംസ്റ്റെക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ മെക്കോങ് ഗംഗ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നദി ജല വാട്ടർ ഡിസ്ട്രിബ്യൂഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട കോപ്പറേഷൻ ആണ്. അത് വേരിയസ് പ്ലാറ്റ്ഫോം വിത്ത് മാൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്സ്. കലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്ട്, നമ്മളിത് ഇന്നലെയും പറഞ്ഞിരുന്നു ഒരു കലാടൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനെ കുറിച്ച് അല്ലേ. ഈ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആണത്. ഇന്ത്യ ഇസ് ബിൽഡിംഗ് ദ കലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോട്ട് ടു ലിങ്ക് കൊൽക്കത്ത ടു സിറ്റ്വേ ഇൻ മ്യാൻമാർ ആൻഡ് ദെൻ ഫ്രം മ്യാൻമാർ കലാടൻ റിവർ ടു ഇന്ത്യസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു സീ ലിങ്കേജ് ആണ്, ഒരു പോർട്ട് റൂട്ടാണ് ഈ പറയുന്ന കലാടൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് മ്യാൻമാറിലെ സിറ്റ്വേയിലേക്ക്, അത് കഴിഞ്ഞ് മ്യാൻമാറിലെ കലാടൻ റിവർ വഴി ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ഒരു പോർട്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു റിവർ ബേസ്ഡ് അല്ലെങ്കിൽ സീ ബേസ്ഡ് ട്രാൻസ്പോർട്ട് ഒരു പ്രോജക്റ്റ് ആണ് കലാടൻ എന്ന് പറയുന്നത്. ഓക്കെ, India, Myanmar, Thailand trilateral highway. It is a highway under construction under the India's Look East policy that will connect More in India to Mae South in Thailand via Myanmar. Okay, ഈ പറയുന്ന സ്ഥലങ്ങൾ വഴിയാണ് മോറെ, എനിക്ക് തോന്നുന്നു മണിപ്പൂരിലാന്ന് തോന്നുന്നു. ഓക്കെ, മോറെ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലാന്ന് തോന്നുന്നു. മോറെ ഇൻ ഇന്ത്യ ടു മായ സൗത്ത് ഇൻ തായ്ലൻഡ് വിയ മ്യാൻമാർ. ദ ട്രൈലാറ്ററൽ ഹൈവേ പ്രോജക്ട് ഇസ് എയിം ടു അറ്റ് ഓപ്പണിംഗ് ദ ഗേറ്റ് ടു ആസിയാൻ ത്രൂ ദ ലാൻഡ്. ഓക്കെ, ആസിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നമ്മൾ ലാൻഡ് റൂട്ട് വഴി ഒരു ഈസി ആക്സസ് എന്ന രീതിയിലാണ് ഈ പറയുന്ന ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ സീ റൂട്ട് വഴി ട്രേഡ് ആണെങ്കിലും പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റിയാണ് ഇത് കൂടുതൽ കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിലും ഹൈവേ വഴി ഉദ്ദേശിക്കുന്നെങ്കിലും ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സീ റൂട്ട് എടുക്കുന്നതിനെക്കാട്ടി ചെലവ് പകുതിയായിരിക്കും നമ്മൾ ലാൻഡ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ചെലവ് നമുക്ക് പകുതിയായി തന്നെ കുറയ്ക്കാൻ പറ്റും ലാൻഡ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്തൊരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നമുക്ക് ഫോറിൻ പോളിസി ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ ശ്രീലങ്ക എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാരണം അവിടെ ഒരു വലിയൊരു തമിഴ് പോപ്പുലേഷൻ ഉണ്ട് അല്ലെ. ഈ ഈ സിംഹള കാര്യത്തിൽ തമിഴ് ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നറിയോ? ശ്രീലങ്കയിലേക്ക് എത്തിയതെന്നറിയോ തമിഴ് ആൾക്കാർ? തമിഴ് പീപ്പിൾ, ഹൗ ഡിഡ് ദേ റീച്ച് ടു ശ്രീലങ്ക? തമിഴ് വംശജർ എങ്ങനെയാണ് ശ്രീലങ്കയിലേക്ക് പോകുന്നത്? നമുക്കറിയാം കോളനി ആയിരുന്നു അല്ലെ. അപ്പം ബ്രിട്ടീഷുകാരാണ് തമിഴ് ആൾക്കാരെ ശ്രീലങ്കയിൽ എത്തിക്കുന്നത്. അവിടുത്തെ എസ്റ്റേറ്റിലേക്ക് തൊഴിലും കാര്യങ്ങളും ഇവർക്ക് വേണ്ടി ജോലി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് തമിഴ് ആൾക്കാരെ സ്ലേവറി എന്ന രീതിയിൽ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു തമിഴ് ആൾക്കാർ ശ്രീലങ്കയിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് തമിഴ് മൈനോറിറ്റി. Sri Lankan government passed many laws like the Sinhala Only Official Language Act in 1956, which discriminated against the minority community, the Tamils. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ LTT തമിഴ് പുലികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൻഹളാസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ മെജോറിറ്റി. ഓക്കെ, ഈ ശ്രീലങ്കയിലുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സിൻഹള ഭാഷ സംസാരിക്കുന്നത് സിൻഹളാസ് ആണ്. ഓക്കെ, അപ്പൊ മൈനോറിറ്റി എന്ന് പറയുന്നത് തമിഴ്. അപ്പം ഈ എല്ലാ സ്ഥലത്തും പോയി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ചെയ്ത
ബ്രിട്ടീഷുകാർ ശ്രീലങ്കയിലും ഇതേ ഒരു കളി തന്നെയാണ് കളിച്ചത്. ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ തമിഴ് ആൾക്കാർക്ക് ഇവരുണ്ടായിരുന്ന ടൈമിലെല്ലാം തമിഴ് ആൾക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു. തമിഴ് ആൾക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു. അവരുടെ ഒഫീഷ്യൽ പരിപാടിക്കെല്ലാം തമിഴ് ആൾക്കാർ ഉപയോഗിച്ചു. അപ്പം തമിഴ് ആൾക്കാർക്ക് അവിടെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അത് ആധിപത്യം ലഭിച്ചിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ പോയപ്പോഴത്തേക്കും സിംഹളാസ് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ഇവന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മെജോറിറ്റി ചെയ്യുന്ന സിംഹളാസ് അധികാരത്തിൽ വന്നു. ശ്രീലങ്കൻ ഗവൺമെന്റ് സിംഹളാസ് അധികാരത്തിൽ വരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഇവർ കുറച്ച് ആക്ട് പാസ് ചെയ്തു. സിംഹളാസ് ഓൺലി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് സിംഹള ഭാഷ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നും പറഞ്ഞ് ഒരു ആക്ട് പാസ് ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടുത്തെ സിംഹള ഭാഷ തമിഴര് ഫോഴ്സ്ഫുള്ളി സിംഹള ഭാഷ പഠിക്കേണ്ടി വരും. അവിടുത്തെ സിംഹള ഭാഷ തമിഴര് ഫോഴ്സ്ഫുള്ളി പഠിക്കേണ്ടി വരും. കാരണം അവിടുത്തെ ഒരു ഗവൺമെന്റ് ഓപ്പറേഷൻസിലോ എന്ത് കാര്യങ്ങളോ പങ്കെടുക്കണമെങ്കിൽ ഈ പറയുന്ന തമിഴ് വംശജര് സിംഹള ഭാഷ പഠിക്കേണ്ടി വരും. അത് മാത്രമല്ല അവിടുത്തെ ഗവൺമെന്റ് ജോലികളെ ചില ജോലികളൊക്കെ സിംഹളാസിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് പറ്റി? തങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി എന്ന രീതിയിൽ ഈ പറയുന്ന തമിഴ് വംശജര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണെന്നൊരു പ്രശ്നം ഉണ്ടാവുന്നു. ഓക്കെ, അത് 1956 to 1970 വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ബ്ലാക്ക് സെപ്റ്റംബറും ബ്ലാക്ക് ഒക്ടോബറും ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. നിങ്ങളത് പഠിക്കണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ശ്രീലങ്കയിലെ ഒരു ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് എനിക്ക് തോന്നുന്നു ഈ തമിഴ് ആൾക്കാർ കൂടുതലുള്ളത്. അപ്പം അവിടെ ഈ പറയുന്ന സിംഹള മിലിറ്ററി ഒരു വില്ലേജ് ഒഴിപ്പിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ബ്രൂട്ടൽ അറ്റാക്ക് നടത്തുകയും ആയിരക്കണക്കിന് തമിഴ് ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെടുന്നത്. സ്ത്രീകളൊക്കെ മാസി റേപ്പ് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പം ഈ പറയുന്ന ഗ്രഡ്ജ് കൂടിക്കൂടിയാണ് ഈ പറയുന്ന LTT, അതായത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം, ഇത് ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട മണ്ണാണ്, അപ്പം അതിനു വേണ്ടി പോരാടാൻ വേണ്ടിയാണ് LTTE ഈ 1975 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, LTTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞത് തമിഴ് ഏലം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം നമുക്ക് വേണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രൊവിൻസ് നമുക്ക് വേണം. അവർക്ക് അതായത് ഞങ്ങൾക്ക് സ്വയംഭരണം നടത്താനായിട്ട് ഞങ്ങൾക്കൊരു പ്രൊവിൻസ് വേണം, അല്ലാതെ സിംഹളാസിന്റെ അണ്ടറിൽ നമുക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു ആവശ്യത്തിന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. LTT അന്ന് 1975 ഫോം ചെയ്യുന്നത്. LTTയുടെ നേതാവായിരുന്നു പ്രഭാകരൻ, അല്ലെ? വേലുപ്പിള്ള പ്രഭാകരനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വേലുപ്പിള്ള പ്രഭാകരനെ കുറിച്ച്. പ്രഭാകരൻ എസ്റ്റാബ്ലിഷ്ഡ് LTT, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം, in 1975. 1983 to 2009, start of Sri Lankan Civil War. The Sri Lankan Civil War officially begins between the Sinhalese majority government group and militant group LTT. അങ്ങനെ 1983 തൊട്ട് 2009 വരെയുള്ള ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രക്ഷുബ്ധമായ കാലമായിരുന്നു ശ്രീലങ്കയിൽ. വളരെ വലിയ തോതിലുള്ള സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം. അതായത് അവിടുത്തെ സിംഹള ഗവൺമെന്റിനെതിരെ ഈ പറയുന്ന LTT ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ തമിഴ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് വലിയ തോതിൽ യുദ്ധവും ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിടുന്ന ടൈമായിരുന്നു. അപ്പൊ അതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പം LTTയെ ഭയങ്കരമായിട്ട് സിമ്പത്തൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് ഇന്ത്യക്ക് വലിയ തോതിൽ ഈ പറയുന്ന പീസ് കീപ്പിംഗ് ഫോഴ്സിനെയൊക്കെ അയക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ് ഒരു പ്രഷർ മൂലമാണ്. ഒരു കഥയൊക്കെ ഉണ്ട്. അതായത് വേലുപ്പിള്ള പ്രഭാകരനും നമ്മുടെ അന്നത്തെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MGR തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും, അപ്പം വേലുപ്പിള്ള പ്രഭാകരൻ അതായത് LTTക്ക് വേണ്ട സഹായങ്ങൾ ഫണ്ടായിട്ട്, ക്യാഷ് ആയിട്ടൊക്കെ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ MGR കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥകളുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. കാരണം അന്ന് തമിഴ്നാട് ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഫണ്ടിങ് കാര്യങ്ങൾ LTTക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, കാരണം അവരുടെ തമിഴ് ആൾക്കാർ അവരുടെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ പോരാടുകയാണ്, അല്ലെ? അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തമിഴ് ആൾക്കാർക്ക് ഭയങ്കര സിമ്പത്തൈസേഴ്സ് ആയിരുന്നു. അവരങ്ങനെ പ്രോത്സാഹിച്ചിട്ടുണ്ട്. പക്ഷെ 1987 വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നു. ഇന്ത്യൻ പീസ് പീരീഡിൽ ഇന്ത്യയുടെ IPKF എന്ന പേരിട്ട് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സസ് അന്ന് അവിടുത്തെ പ്രസിഡന്റായ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ പോകുന്നത് ഇന്ത്യൻ സൈന്യമായിരുന്നു. രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. For the first time to take an interventionist approach, Rajiv Gandhi approved to send the Indian peacekeeping force to Sri Lanka to end the hostilities fight against the LTT. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് IPKF എന്തിന് ശ്രീലങ്ക എന്ന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിംഹളാസും LTTയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി
IPKF ശ്രീലങ്കയിലേക്ക് പോയത്. പക്ഷെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നേരെ ഇതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. IPKF നേരിട്ട് LTT ആയിട്ട് അങ്ങ് യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. ഓക്കെ, IPKF നേരിട്ട് LTT ആയിട്ട് യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെയാണ് ആ സംഭവം വഷളാവുന്നത്. 1987 ഓപ്പറേഷൻ പവൻ. ഓക്കെ, വേറൊരു ഓപ്പറേഷനാണ്. ഇന്ത്യൻ മിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി ഈ പറയുന്ന ശ്രീലങ്കയിൽ നടത്തിയ അടുത്ത ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ പവൻ എന്ന് പറയുന്നത്. ഓക്കെ, IPKF നടത്തിയ ഓപ്പറേഷൻ പവൻ വാസ് ദ നെയിം ഓഫ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ കണ്ടക്ടഡ് ബൈ ദ IPKF ഫോഴ്സസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ ജാഫ്ന പെനിൻസുല ഫ്രം LTT ഫോഴ്സ്. അപ്പൊ ഈ ജാഫ്ന എന്ന് പറയുന്ന എനിക്കൊന്ന് ഈസ്റ്റേൺ സെക്ടർ വരുന്നത്. അപ്പൊ ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ കൂടുതൽ LTT ഫോഴ്സസിന്റെ സാന്നിധ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ് പീപ്പിളിന്റെ പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പെനിൻസുല പിടിച്ചെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ പവൻ എന്ന് പറയുന്ന ഒരു IPKF അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അവിടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ പവൻ. 1987. 1990 വിഡ്രോവൽ ഓഫ് IPKF. ഫേസിംഗ് എ ബ്രൂട്ടൽ കോൺഫ്ലിക്ട് വിത്ത് നോ എൻഡ് റിസൾട്ട്, PM VP സിംഗ് ഡിസൈഡഡ് ടു വിഡ്രോ ദ IPKF ഫോഴ്സസ് ഫ്രം ശ്രീലങ്ക. അതായത് ശ്രീലങ്കയിൽ നിന്ന് 1990-കളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് IPKF-നെ വിഡ്രോ ചെയ്യായിരുന്നു. ഇതിന്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനെ പോയിക്കൊണ്ട് മാത്രം ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പം IPKF ശ്രീലങ്കയിൽ പോയി ചെയ്ത പല കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടലായിരുന്നു. കാരണം യുദ്ധത്തിന്റെ പേരിൽ സമാനതകളില്ലാത്ത ക്രൂരതകളായിരുന്നു ഇന്ത്യൻ മിലിറ്ററി അവിടെ അഴിച്ചു വിട്ടുന്നത്. ഒരുപാട് തമിഴ് ആൾക്കാർ, ഞാൻ പറഞ്ഞു, രമ്യമായി പരിഹരിക്കാൻ പോയ ഈ ഒരു പീസ് കൊണ്ടുവരാൻ, സമാധാനം കൊണ്ടുവരാൻ പോയ IPKF അവസാനം LTTയുമായിട്ടൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് അങ്ങ് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അങ്ങ് ഇറങ്ങി. അങ്ങനെ വലിയ തോതിൽ ശ്രീലങ്കൻ തമിഴായിട്ടുള്ള ആൾക്കാരെ ഇന്ത്യൻ മിലിറ്ററി അവിടെ കൊന്നു തള്ളുകയാണ്. അത് മാത്രമല്ല, വേറൊരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ തമിഴ് സ്ത്രീകളെ ഇന്ത്യൻ മിലിറ്ററി മാസ് റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്ന രീതിയിൽ ഒരു വലിയൊരു അലഗേഷൻ വരുന്നു. അന്നത്തെ മീഡിയ ഒക്കെ ഇതൊക്കെ തുറന്നു കാട്ടിയതാണ്. ഇങ്ങനെയൊക്കെ നടന്നിരുന്നു. പല വില്ലേജിലെയും തമിഴായിട്ടുള്ള പോപ്പുലേഷൻ സ്ത്രീകളെ അന്ന് ഇന്ത്യൻ മിലിറ്ററി പല വില്ലേജിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് കുറെ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അലഗേഷൻസ് വന്നിരുന്നു. അവസാനം ഈ പറയുന്ന ശ്രീലങ്കയിലെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞത്, നിങ്ങളൊന്ന് പോകണം, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതിന്റെ റിക്വസ്റ്റും കൂടെ വന്നതിന് ശേഷമാണ് VP സിംഗ് IPKF-നെ വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, 1991 അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി. LTT മെമ്പർ കലൈവാണി രാജരത്നം ഇൻ എ സൂയിസൈഡ് ബോംബിംഗ് അറ്റംപ്റ്റ് അസാസിനേറ്റഡ് PM രാജീവ് ഗാന്ധി. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് പറ്റി? 1991 രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി അല്ല കേട്ടോ. രാജീവ് ഗാന്ധി എനിക്കൊന്ന് നമ്മുടെ രാമേശ്വരത്താണെന്ന് തോന്നുന്നു, രാമേശ്വരത്തല്ല, നാഗപട്ടണ ഒരു സ്ഥലത്ത്, തമിഴ്നാട്ടിലെ സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ കാരണം പറഞ്ഞാൽ, അന്ന് നേതാവായിരുന്ന വേലുപ്പിള്ള പ്രഭാകരൻ വീണ്ടും രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നാൽ വീണ്ടും IPKF-നെ ശ്രീലങ്കയിലേക്ക് വിടാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ തമിഴ് ആൾക്കാരെ അത് ബാധിക്കും, അവരുടെ ആൾക്കാരെ കൊന്നതുള്ളൂ, നേരത്തെ ഉണ്ടായ പോലത്തെ ഇൻസിഡൻസ് ഇനിയും ഉണ്ടാകും എന്നുള്ള ഭയത്തിന്റെ പേരിലാണ് അന്നത്തെ LTT ചീഫായിരുന്ന വേലുപ്പിള്ള പ്രഭാകരനും അവരുടെ വേറൊരു കമാൻഡർ ആയിരുന്ന പൊട്ടു അമ്മനും കൂടെ ഒരു സൂയിസൈഡ് ബോംബ് സ്ക്വാഡിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്, ഈ രാജീവ് ഗാന്ധിക്ക് നേരെ ഒരു ഹിറ്റ് നടത്താൻ വേണ്ടി. അങ്ങനെ ഈ കലയോണി രാജരത്നത്തിന്റെ വേറൊരു പേര് ധനു എന്നൊക്കെ ആയിരുന്നു. ഒരു ചെറുപ്പക്കാരിയായ കുട്ടിയാണ്. ഓക്കെ, അപ്പം ഒരു സൂയിസൈഡ് അരയിൽ ഒരു ബെൽറ്റ് ബോംബ് കെട്ടി ഒരു മാലയിടുന്ന പോലെ അന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന രാജീവ് ഗാന്ധിയുടെ അടുത്ത് പോവുകയും ആ ബോംബ് പൊട്ടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാജീവ് ഗാന്ധിയും ഏകദേശം 15ഓളം ആൾക്കാരും ഒന്ന് മരിച്ചിരുന്നു. ഓക്കെ, കൊല്ലപ്പെട്ടിരുന്നു. Okay. 2009 end of civil war and defeat of LTT. The Sri Lankan government reclaims territory from LTT, ending the Sri Lankan civil war. Okay, അങ്ങനെ രാജീവ് ഗാന്ധി വധത്തിന് ശേഷം കുറച്ചും കൂടെ തീവ്രമായ രീതിയിലായിരുന്നു. കാരണം ഒരു നാടിന്റെ നേതാവിനെയാണ് കൊന്നു കളഞ്ഞത്. അപ്പൊ അതിനുശേഷം കുറച്ചും കൂടെ ഈ യുദ്ധം കുറച്ചും കൂടെ ബ്രൂട്ടലായി, കുറച്ചും കൂടെ കുറച്ചും കൂടെ തീവ്രമായ രീതിയിലായിരുന്നു യുദ്ധം നടന്നത്. അങ്ങനെ 2009 ഏകദേശം 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തെ ഉള്ളിൽ LTT എന്ന് പറഞ്ഞ സംഭവത്തിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന LTT എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെ തുടച്ചു വെക്കാൻ ശ്രീലങ്കൻ സൈന്യത്തിന് സാധിച്ചു. അന്ന് 2009 അതിന്റെ ചീഫായ വേലുപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കൻ സൈന്യം വധിക്കുന്നത്. അതിന്റെ പിക്ചറൊക്കെ കണ്ടിട്ടുള്ള ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവാം. എനിക്കൊക്കെ എന്റെ കുട്ടിക്കാലത്താണെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചു കിടക്കുന്ന, തലയ്ക്ക് വെടിയേറ്റ് വേലുപ്പിള്ള പ്രഭാകരനും എനിക്കൊന്ന് വേലുപ്പിള്ള പ്രഭാകരന്റെ മകനും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഒരു ചെറിയൊരു മകനും അന്ന് കൊന്നിരുന്നു ശ്രീലങ്ക സൈന്യം. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന LTTക്ക് ഒരു വിരാമം വരുന്നത്. പക്ഷെ ഇന്നും നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേലുപ്പിള്ള പ്രഭാകരന്റെ ചിത്രങ്ങൾ പല സൈഡിലും കാണാം. അത്രയ്ക്കും ഈ പറയുന്ന തമിഴ് ആൾക്കാർ ഈ പറയുന്ന LTTനെയും അല്ലെങ്കിൽ വേലുപ്പിള്ള പ്രഭാകരനെ സിമ്പത്തൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ വേലുപ്പിള്ള പ്രഭാകരന്റെ, അതായത് ഇന്ത്യയുടെ ഒരു ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളെ വധിച്ച
ഹോൾഡർ കൊടുത്ത ആളുടെ പിക്ക് അല്ലെങ്കിൽ പിക്ചർ വെച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന പല ആൾക്കാരും ഉണ്ട് ശ്രീലങ്കയിൽ. കാരണം അത്രയും കാരണം അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. തമിഴ് ആൾക്കാർക്ക് അതൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. അപ്പോൾ ഇന്നും വലിയ പ്രകാരനെയും LTTE സിമ്പത്തൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ശ്രീലങ്കയിലും നമ്മുടെ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. അവരുടെ ഐഡന്റിറ്റി, അവരുടെ തമിഴ് ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ദ്രാവിഡ ഐഡന്റിറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സിംഹളാസിനെതിരെ അവർ നടത്തിയൊരു പോരാട്ടമായിരുന്നു. അതിൽ അവസാനം അവർ തോറ്റുപോയി. ഓക്കെ, അടുത്ത ഫിഷർമാൻ ഡിറ്റൻഷൻ ഇഷ്യൂ, ongoing issue. Due to proximity of territorial waters between two countries at the Park States, Gulf of Mannar, many incidents of illegal crossing of international maritime boundary line on fishermen and their long duration have become a common problem in Indo-Sri-Lankan relations. Okay, ഇന്ത്യയിൽ ഇതിനകത്ത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. കച്ചത്തീവ്, ഓക്കെ, അയ്യോ ഓക്കെ അത് വേണ്ട, നിങ്ങൾ എഴുതിക്കും, അതാണല്ലേ. കച്ചത്തീവ് എന്ന് പറയും. ഓക്കെ, KATHACHADEVEVU. ഓക്കെ, കച്ചത്തീവ്. അപ്പൊ എന്ന് പറഞ്ഞൊരു ഐലൻഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം, അതിന് കിടക്കുന്ന ഈ സീ ബോർഡർ എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്. ഇന്ത്യ അവരുടെയാണെന്ന് അവകാശപ്പെടുന്നത്, ശ്രീലങ്ക അവരുടെയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോസ് പ്രോക്സിമിറ്റി, അതായത് ഇന്ത്യൻ പറയുന്ന ഈ വാട്ടർ ടെറിട്ടറിയും ശ്രീലങ്കയുടെ വാട്ടർ ടെറിട്ടറിയും ഭയങ്കര ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ്, അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്നതാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഫിഷർമാൻസ് അറിയാതെ ഇത് ചിലപ്പോൾ ക്രോസ് ചെയ്ത് പോകും. ഈ പറയുന്ന മാരിടൈം ബൗണ്ടറി ക്രോസ് ചെയ്ത് പോവുകയും ചിലപ്പോൾ ശ്രീലങ്ക മിലിറ്ററിയുടെ കയ്യിലാവുകയും ചെയ്യും. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ പറയുന്ന ഫിഷർമാൻസിനെ പറിച്ച് ഡിറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവരെ തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് കുറെ പറയുന്ന നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, കച്ചത്തീവ് ഡിസ്പ്യൂട്ട് എന്നാണ് ഇതിനെ പറയുക. അതിന്റെ പേര് ഞാൻ കൊടുക്കാൻ. ഓക്കെ, കച്ചത്തീവ് ഡിസ്പ്യൂട്ട് എന്നാണ് ഇതിന് പറയുക. ഫിഷർമാൻ ഡിറ്റൻഷൻ ഇഷ്യൂ എന്നും പറയും. ഓക്കെ, അപ്പൊ പാക് സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെ ഒരു ബോർഡർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ പാക് സ്ട്രേറ്റ്. ഓക്കെ, അടുത്താണ് 2017 ഹമ്പന്തോട്ട പോർട്ട്. Hambantota port was suffering from loss and unsustainable expansion. In Sri Lanka, 2007, Sri Lanka leased the port to China for 99 years. This is an example of China's debt trap diplomacy. Okay. അതായത് ചൈനയുടെ ഒരു ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കടത്തിൽ മുങ്ങിക്കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഒരുപാട് പണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സിവിൽ വാർ നടന്ന ടൈമിലും ചൈന ഒരുപാട് പൈസ ആർക്ക് കൊടുത്തു, ഈ പറയുന്ന ശ്രീലങ്കയ്ക്ക് കൊടുത്തു. അതൊരു ട്രാപ്പാണ് ആക്ച്വലി. ഇപ്പം ഇന്ത്യയെ സഹായിക്കുകയാണെങ്കിൽ അതൊരു ട്രാപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മൾ എത്രയും സഹായം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവരെ നമ്മളൊരു ട്രാപ്പിൽ ഇടുകയാണ്. നമ്മളൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് എതിർക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടിടുകയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് ഹമ്പന്തോട്ട പോർട്ട് എന്ന് പറയുന്നത്. ഹമ്പന്തോട്ട പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഇന്ത്യൻ ഓഷ്യൻ ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഒരു പോർട്ടാണ് ഹമ്പന്തോട്ട പോർട്ട് എന്ന് പറഞ്ഞത്. 2017 ശ്രീലങ്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു ടൈമിൽ ശ്രീലങ്ക എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഈ പോർട്ട് ചൈനയുടെ ഈ പറയുന്ന ഒരു ഇന്റിമിഡേഷന്റെ ഭാഗമായിട്ട് ചൈനയ്ക്ക് വലിയൊരു തുകയ്ക്ക് ഈ പറയുന്ന 99 വർഷത്തേക്ക് ഈ ഹമ്പന്തോട്ട പോർട്ടിന് ലീസിന് കൊടുത്തു. ഓക്കെ, ലീസിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അതാണ് ചൈന ഡെപ്റ്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതായത് വളരെ അൺസസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഒരു പോകുന്ന എക്കണോമിക്സിനെ ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ച് അവസാനം ഇവരുടെ കൺട്രോളിലേക്ക് വരും. ആ എക്കോണമി ആണെങ്കിൽ ആ രാജ്യമാണെങ്കിൽ ഇവരുടെ കൺട്രോളിലേക്ക് വരും. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഹമ്പന്തോട്ട പോർട്ട് എന്ന് പറയുന്നത്. ഹമ്പന്തോട്ട പോർട്ട് വളരെ ഇന്റർനാഷണൽ റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയ ഒരു പോർട്ടാണ് ഹമ്പന്തോട്ട പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചൈനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഹമ്പന്തോട്ട പോർട്ടിനെ റിലേറ്റ് ചെയ്ത് ഇവരുടെ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ വേറൊരു ഡിപ്ലോമസി ഉണ്ട്. അപ്പം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2022 ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസ്. Due to rise in external debts, high inflation rates, rising food prices, and collapse hit by COVID-19 pandemic, and tea industry hit by agriculture reforms, Sri Lanka was on the verge of collapse. അങ്ങനെ നമുക്കറിയാം COVID-19 വന്നു. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് മെയിൻലി അഗ്രികൾച്ചറിലും ടൂറിസത്തിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രാജ്യമായിരുന്നു. ഈ COVID-19 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ടൂറിസം സ്വാഭാവികമായിട്ടും തകർന്നു. അതിന് മാത്രമല്ല, അതിനുശേഷം അവരുടെ ഗവൺമെന്റ് കുറച്ച് അഗ്രികൾച്ചർ റിഫോംസ് കൊണ്ടുവന്നു. മെയിൻലി ഓർഗാനിക് ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിഫോംസ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ ഓർഗാനിക് ഫാമിംഗിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിനനുസരിച്ചുള്ള ഈൽഡ് കിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഒരു എമൗണ്ടിൽ അത്രയും വലിയ പോപ്പുലേഷന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൾട്ടിവേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട്
അവിടെ വലിയ ഇൻഫ്ലേഷൻ ഉണ്ടായി, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. അങ്ങനെയാണ് ശ്രീലങ്കയിൽ ഒരു സിവിൽ വാർ നടക്കുകയും അവിടുത്തെ ഗവൺമെന്റിനെതിരെ നാട്ടുകാർ തിരികെ, നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ പാർലമെന്റ് ഒക്കെ കത്തിക്കാൻ പോകുന്നത്. ഓക്കെ, Sri Lankan was on the verge of collapse. India placed Sri Lanka at the center of its neighborhood first policy and extended its line of credit to Sri Lanka to over 3 billion to help through crisis. When neighborhood first policy എന്നൊരു പോളിസി എന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായപ്പോൾ ശ്രീലങ്കയിലേക്ക് എന്ത് കൊടുത്തു? ശ്രീലങ്കയ്ക്ക് ഏകദേശം $3 ബില്യൺ കൊടുത്തിട്ടാണ് ഇന്ത്യ സഹായിച്ചത്. ഓക്കെ, ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസിൽ നിന്ന് ശ്രീലങ്കയെ വിമോചിക്കാൻ വേണ്ടി ഇന്ത്യ ഏകദേശം $3 ബില്യൺ ആണ് കൊടുത്തത്. ഓക്കെ, നമുക്ക് ഇന്ത്യ മാലിദ്വീപ്സും കൂടെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, ഇന്ത്യ മാലിദ്വീപ്സ് 1976 മാരിടൈം ബൗണ്ടറി ട്രീറ്റി. One time claim of Maldives to Minico Island was resolved by the Maritime Boundary Treaty of 1976. അതായത് ഒരു മാരിടൈം ബൗണ്ടറി ട്രീറ്റി നമ്മൾ സൈൻ ചെയ്യുകയാണ് 1976. അതായത് മിനിക്കോ എന്ന് പറയുന്ന ഐലൻഡ് മാലിദ്വീപ്സ് ക്ലെയിം ചെയ്യുകയും അവസാനം അതൊരു മാരിടൈം ബൗണ്ടറി ട്രീറ്റിയിലൂടെ 1976 അത് എന്തായി, അത് റിസോൾവ് ചെയ്ത് വിടുകയും ചെയ്തു. അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഓപ്പറേഷൻ കാക്ടസ്. ഓപ്പറേഷൻ കാക്ടസ് നോക്കി വെക്കുക, ഒരുപാട് എനിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. ഓപ്പറേഷൻ കാക്ടസ് 1988 ഓപ്പറേഷൻ ബൈ ദ ഇന്ത്യൻ ആർമി ടു റിസ്റ്റോർ പ്രസിഡന്റ് ഗായൂംസ് ഫ്രം എ കൂപ്പ് അറ്റംപ്റ്റ് ലെഡ് ടു ലോങ് ടേം ട്രസ്റ്റ് ഇൻ ഇന്ത്യ മാൽദീവ്സ് ടൈസ്. അപ്പൊ കൂപ്പ് എന്താണെന്ന് അറിയായിരിക്കും അല്ലെ? കൂപ്പ് എന്ന് പറഞ്ഞാൽ പട്ടാള അട്ടിമറിയൊക്കെയാണ് നമ്മൾ കൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അന്ന് 1988 അവിടുത്തെ പ്രസിഡന്റ് ഗായൂമിനെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ചെയ്യുകയും ഈ പറയുന്ന അവിടുത്തെ ഇലക്ടഡ് ഭരണാധികാരിയെ സംരക്ഷിക്കുകയും ചെയ്തു ഇന്ത്യൻ മിലിറ്ററി. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയും മാലദ്വീപ്സും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടൈസ് ആണ് ഇത്. ഓക്കെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റഡ് ആസ് എ ഗസ്റ്റ് ഓഫ് ഓണർ അറ്റ് ദ 16th ഇൻഡിപെൻഡൻസ്. അവരുടെ 60ാമത് ഇൻഡിപെൻഡൻസ് പരിപാടിയിൽ അവരുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് ആരെയാണ് വിളിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാലദ്വീപ്സിന്റെ ഫോറിൻ പോളിസി ഇന്ത്യ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണോ ഭരിക്കുന്നത് അതിനനുസരിച്ച് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും കുറെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇന്ത്യ ആയിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ലോങ് സ്റ്റാൻഡ് റിലേഷൻസ് ഉണ്ടാവും. പക്ഷെ മാലദ്വീപ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആരാണോ ഭരിക്കുന്നത് അയാളുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു പേഴ്സണൽ ടൈസ് അനുസരിച്ചായിരിക്കും ഫോറിൻ പോളിസി ഭീകരമായി വർക്ക് ആവുന്നത്. ഇപ്പം 2015 ഇപ്പം മോദിയൊക്കെ വന്ന ടൈമിൽ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അബ്ദുള്ള യമീൻ പ്രൈം മിനിസ്റ്റർ. അപ്പൊ പുള്ളിക്കാരൻ ഒരു ആന്റി മോദി കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു. കാരണം ഇപ്പം ഈ പറയുന്ന റൈറ്റ് വിംഗ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെന്റ് മൈനോറിറ്റി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൈനോറിറ്റിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ മൈനോറിറ്റീസിനെ പരിഗണിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് അബ്ദുൽ യാമീന് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അബ്ദുൽ യാമീൻ കുറച്ച് അല്ലെങ്കിൽ മാലിദ്വീപ്സിലെ ഗവൺമെന്റ് കുറച്ചുകൂടെ ചൈനയുമായിട്ടായിരുന്നു ക്ലോസ് ടൈസ് വെച്ചിരുന്നത്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ഇബ്രഹാം സോളി വന്നു. ഇബ്രഹാം സോളി വന്നപ്പോഴത്തേക്കും ഭീകരമായി ഇന്ത്യയുമായിട്ട് കണ്ടു. ഭീകരമായിട്ട് ഒരു പ്രോ ഇന്ത്യ പോളിസി ആയിരുന്നു. മൊത്തം എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രോ ഇന്ത്യ പോളിസി ആയിരുന്നു ഈ പറയുന്ന ഇബ്രഹാം സോളി എടുത്തത്. ഇപ്പം അവിടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാലദ്വീപ്സിലെ പ്രസിഡന്റ് മുഹമ്മദ് മൂസിയാണ്. ഓക്കെ, മുഹമ്മദ് മൂസി എന്ന് പറഞ്ഞൊരു നേതാവാണ് ഇപ്പൊ മാലദ്വീപ്സ്. പുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബാലൻസ് പുള്ളി കൊണ്ടുവന്നത്. ഓക്കെ, ഇന്ത്യ ഒരു കയ്യിൽ ഇന്ത്യ ആണെങ്കിൽ മറ്റേ കയ്യിൽ ചൈനയാണ്, അങ്ങനെയാണ് പുള്ളി കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെയാണ് അവിടെ ഭരിക്കുന്ന ആരാണോ അതിനനുസരിച്ച് ഈ പറയുന്ന ഫോറിൻ പോളിസിയിലും അവിടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഡ്യൂറിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒഫീഷ്യൽ വിസിറ്റ് July 2025 to the Maldives, 8 key bilateral agreements were signed covering digital payments, fisheries, infrastructure and a 4,850 crore line of credit, marking a renewed phase in India-Maldives relation. അങ്ങനെ 2025 ജൂലൈ ആട്ടോ, വളരെ റീസെന്റ് ആയിട്ട് നടന്ന മാലദ്വീപ്സ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുകയും അതിന്റെ ഭാഗം നിങ്ങൾക്ക് പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. മോദി ഒരു ബീച്ചിൽ നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് മാലദ്വീപ്സിലായിരുന്നു. അപ്പം മാലദ്വീപ്സിൽ സൈൻ ചെയ്യും ട്രേഡ് സംബന്ധമായ അവരുടെ കുറെ കടങ്ങൾ എഴുത്തള്ളാനൊക്കെ ആയിട്ട് അതേ കണക്ക് 450 കോടി രൂപ നമ്മൾ ഒരു ക്രെഡിറ്റ് ആയിട്ട് അതിൽ കടമായിട്ട് നമ്മൾ മാലദ്വീപ്സിന് കൊടുക്കുകയും ഇപ്പൊ ഫിഷറീസും ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ഒരു സ്ഥാപിക്കുകയും ഒരു അഗ്രിമെന്റ് പോലെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2025 ജൂലൈയിലാണ്. വളരെ റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. ഓക്കെ, അത് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ കുറച്ച് വലുതാണ്, കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും കഴിഞ്ഞ നമുക്ക് സൂപ്പർ പവേഴ്സിലേക്ക് കൂടെ കടക്കാം. ഒരു 2 ക്ലാസ് കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരിക്കും ഈ ഒരു മോഡൽ.
ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഡൗട്ടോ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. 11:04 ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ത്യ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാനും ഏതെങ്കിലും ഒരു സൂപ്പർ പവർ കൂടെ നാളെ കവർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ പറയുന്ന ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഓപ്പറേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, അതേ കണക്ക് തന്നെ ഈ പറയുന്ന പല പ്രോജക്റ്റുകൾ. വർഷം നിങ്ങൾ അധികം വെയിറ്റേജ് കൊടുക്കണം, പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊക്കെ വർഷം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. വർഷം ടെക്നോളജി എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു കഥ പോലെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പം ശ്രീലങ്കയുടെ കാര്യങ്ങളൊക്കെ എടുത്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ, ബൈ.